ഈ കോൺഗ്രസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നലെയും ഇത് ചർച്ചയിൽ വന്നിരുന്നു. SKN പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സമാനമായ നിലയിൽ വി ഡി സതീശൻ അന്നും STPI അത് STPയുടെ വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. STPയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് ആർക്കാണ് പിന്തുണ, വർഗീയ പാർട്ടിയാണോ, വലിയ ചർച്ച നടക്കുന്ന സമയമാണിത്. അപ്പോൾ അന്ന് വി ഡി സതീശൻ അത് പറഞ്ഞു, ശരിയാണ് STPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ STPയുടെ വോട്ട് വേണ്ട എന്ന് എവിടെ പറഞ്ഞു എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും ധാരണയില്ല. ഇന്നലെയും ഇത് ചർച്ചയിൽ വന്നിരുന്നു. SKN എന്റെ ഉറച്ച ബോധ്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് പാലക്കാട് വെച്ച് മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി ഒരുമിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് STPI വോട്ടിൽ നിങ്ങളുടെ നിലപാട്, STPI വോട്ട് സ്വീകരിക്കുമോ, STPIയുടെ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വായിൽ കേക്കായിരുന്നു SKN. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബേക്കറിയിൽ ഇരുന്ന് കേക്ക് കഴിക്കുകയാണ്. എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെ കളിയാക്കുന്ന മട്ടിലുള്ള ശരീരഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാക്ക് ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഞാൻ എന്റെ ഒരു എൻകൗണ്ടർ ചർച്ചയിൽ എനിക്ക് നേർക്കുന്ന ബുദ്ധിമുള്ള എന്റെ ഒരു എൻകൗണ്ടർ ചർച്ചയിൽ STPI വോട്ട് വേണ്ടെന്ന് പറയുമോ രാഹുൽ എന്ന് എന്റെ ചോദ്യത്തിന് വേണ്ട എന്ന് പറയുകയും അതിന് തൊട്ടു പിറ്റേന്ന് മുതൽ ഈ പറയുന്ന രാഹുലിനെതിരെ STPIക്ക് എന്താണ് വലിയ സൈബർ അറ്റാക്ക് ഉണ്ടാവുകയും വേറൊരു ചർച്ച ഈ അറ്റാക്കിനെ പറ്റി ഞാൻ ചോദിക്കുകയും അങ്ങനെ ഈ വോട്ട് വെച്ച് എന്നെ വരട്ടാൻ നോക്കണമെന്ന് രാഹുൽ പറയുകയും ചെയ്യുന്നത് എന്റെ നേർക്കുന്ന ബോധ്യമാണ്. ശേഷം അവിടെ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ ആദ്യം പ്രകടനവുമായി വരുന്ന കൊടിയുമായി വരുന്നത് മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് SDPI നേതൃത്വത്തോട് ഈ പിന്തുണ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് SDPIയുടെ നേതൃത്വം പറഞ്ഞത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് BJPയേക്കാൾ വിജയ സാധ്യത എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. രാഹുൽ അതെന്റെ അർത്ഥത്തിലാണ്, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ദിലീപേട്ട ഇവിടെ അവിടെ SDPI എന്ന് പറയുന്ന അവിടെ ഒരു പ്രകടനം നടത്താൻ നിരോധനമുള്ള സംഘടനയാണെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വമല്ലേ? പോട്ടെ, അതും പോട്ടെ. അവിടെ 18,000 ചില്ലുവാനും വോട്ടിന് വലിയ ഭൂരിപക്ഷം അല്ല. ഞാൻ പറയട്ടെ, അതിനെങ്ങനെയാണ് ML ഒരു കാര്യം ഇവിടെ 18,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് 600-700 വോട്ടുള്ള STPI ജയിപ്പിച്ചു പ്രകടനം നടത്തണമെങ്കിൽ STPIക്ക് ഉളുപ്പില്ലാതിരിക്കണം. ഞാനിതിൽ പറഞ്ഞു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ പരസ്യമായി നിലപാട് പറയാൻ അദ്ദേഹത്തിന് സാധിക്കണം. മാധ്യമങ്ങൾ പൊതുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ സാധിച്ചില്ല. ഇനി ഹാഷ്മി പറയുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷമാണോ പിന്നീടാണോ രാഹുൽ മാങ്കൂട്ടത്തിലോട് പരസ്യമായി നിലപാട് ചോദിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഇനി ചർച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നമ്മുടെ ചർച്ചയിൽ ആ നിലപാട് സ്വീകരിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പൊതുവിൽ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ മാധ്യമങ്ങളെ ചോദിക്കുന്നവരെ കളിയാക്കുന്ന ശരീരഭാഷയോട് കൂടിയിരുന്ന് വായിൽ കേക്കും തിരികെ മിണ്ടാതിരിക്കേണ്ടി വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സാധിച്ചില്ല. അതിനുശേഷം ഈ പറയുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് ശേഷം ആദ്യം അതിന്റെ വിജയാഹ്ലാദ പ്രകടനവുമായി തെരുവിലിറങ്ങുന്നത് STPI എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ അവിടെ STPIയുടെ വോട്ടുകൾ എവിടേക്ക് പോയി എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി ഏറ്റവും പ്രധാനം, അതിനുശേഷം ഇത് വലിയ വിവാദമാകുന്നുണ്ട്. STPI എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനവുമായി ഇറങ്ങിയത് വലിയ വിവാദമാകുന്നുണ്ട്. ആ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ മറുപടി, ആരുടെയും വോട്ട് STPI എന്ത് പരസ്യമായി ഈ ആഹ്ലാദ പ്രകടനവുമായി ഇറങ്ങുന്നതിന് എന്താണ് പ്രശ്നം, STPI നിരോധിത സംഘടനയൊന്നും അല്ലല്ലോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നും അതിനെ വെള്ളപൂശിയത്. അതുകൊണ്ട് ഭൂരിപക്ഷത്തിൽ 700 വോട്ട് എന്താണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.